ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഫോണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ചുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. നമുക്കറിയാം, ഇന്ന് ഫോണിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സേഫ്റ്റി ഫീച്ചർ ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ള ഒരു ന്യൂ സേഫ്റ്റി ഫീച്ചറാണ്. ഇത് നമ്മളുടെ ഫോണിൽ എനേബിൾ ചെയ്താൽ നമ്മൾ ഏത് വെബ്സൈറ്റിൽ പോയാലും നമ്മളുടെ ഫോൺ ഹാക്ക് ആകുകയുമില്ല. അതേപോലെ തന്നെ അനാവശ്യമായി വരുന്ന പരസ്യങ്ങളെയും നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് വെബ്സൈറ്റിലും വളരെ സുഗമമായി വളരെ ഫ്രീ ആയിട്ട് ഒരു തടസ്സവും കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ അറിയാതെ ചില തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നും പരസ്യ രൂപത്തിലും ചില യൂട്യൂബിലെ വീഡിയോ രൂപത്തിലും അല്ലെങ്കിൽ ചില ലിങ്കുകളുടെ രൂപത്തിലും നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിലേക്ക് നമ്മളുടെ ബ്രൗസിംഗ് തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പറയാൻ പോകുന്ന ആ സെറ്റിങ്സ് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ബ്രൗസിംഗ് വളരെ സുഗമമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയങ്ങളെന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എംബഡ് കണ്ടൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ താഴെ തന്നെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ പരസ്യം വന്നിട്ടുണ്ട്, ലിമിറ്റഡ് യൂണിറ്റ് ബുക്കിംഗ് ഓപ്പൺ ലേൺ മോർ. അതിന് താഴെ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ എക്സ്, വാട്സപ്പിൻ്റെ ഒരു ചെറിയ ആഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം ആനബെല്ല ചോക്ലേറ്റ്സ് ഒഫീഷ്യൽ പ്രീമിയം ചോക്ലേറ്റ്സ് ഫ്രം AD99. അത് ഒരു എംബഡ് കണ്ടൻ്റ് ആണ്, അത് പരസ്യരൂപത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലിമിറ്റഡ് യൂണിറ്റ്സ് ബുക്കിംഗ് ഓപ്പൺ. അതേപോലെ തന്നെ നമുക്ക് വീഡിയോസും ചില വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വെബ് ബ്രൗസിങ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരികയും അതിൽ ജസ്റ്റ് നമ്മളെ കൊണ്ടൊന്ന് അവർ അതിന്മേൽ ക്ലിക്ക് ചെയ്യിപ്പിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ഹാക്ക് ആകാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രവേശിച്ച വെബ്സൈറ്റിൽ നിന്നും അവരുടെ തന്ത്രം വഴി അവരുടെ വെബ്സൈറ്റിലേക്കും നമ്മളെ പ്രവേശിപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രം കൂടി ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി സെറ്റിങ്സ് നമ്മളുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റിൽ ഇപ്പോൾ പുതിയതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡിസേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോട്ടിഫിക്കേഷന് താഴെ എംബഡ് കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇത് എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. മുകളിൽ തന്നെ ഇവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, സൈറ്റ്സ് യു വിസിറ്റ് ക്യാൻ എംബഡ് കണ്ടൻറ്റ് ഫ്രം അതർ സൈറ്റ്സ്. നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിൽ നിന്നല്ലാതെ അതർ സൈറ്റ്സിൽ നിന്നുള്ള ഇമേജസ്, അതേപോലെ തന്നെ ആഡ്സ്, ടെക്സ്റ്റ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് എനേബിളായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ആഡ്സിൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോൻ്റെ രൂപത്തിലാകാം. അതൊന്നും പെട്ടെന്ന് പറയാത്ത രീതിയിലാണ് ഓരോ രീതിയിൽ നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിലേക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിവിടെ അത് നമ്മൾക്ക് വരാതിരിക്കാനായിട്ട് ജസ്റ്റ് നമ്മൾക്കിവിടെ എംബഡ് കണ്ടൻറ്റ് എന്ന് കാണാം, അവിടെ ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അതായത് എംബഡ് കണ്ടൻറ്റിൻ്റെ രീതിയിലുള്ള ആഡ്സ്, അതേപോലെ തന്നെ പോസ്റ്റുകൾ, അതേപോലെ തന്നെ വീഡിയോസ് എന്നീ കാര്യങ്ങളൊന്നും നമ്മുടെ ഫോണിലേക്ക് വരാതെ വളരെ സുഗമമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളരെ സുഗമമായിട്ട് ഓരോ വെബ്സൈറ്റും സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഉറപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.